ഹലോ, വെൽക്കം ബാക്ക് ടു Ignou. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ട് ആക്ടിലെ വോയിഡ് എഗ്രിമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്നാണ്. സെക്ഷൻ 2G ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻഡ് വോയിഡ് എഗ്രിമെൻറ്റ് ആസ് ആൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്ത എഗ്രിമെൻറ്റുകളാണ് എന്ന് പറയാം വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ വോയിഡ് നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല. In the following types of agreement have expressly been declared under various sections of the Indian Contract Act. വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് പേഴ്സൺ ഇൻകോമ്പറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റാത്ത പേഴ്സൺസ് ആരൊക്കെയായിരുന്നു? മൈനർ, പിന്നെ അതേപോലെ അൺസൗണ്ട് മൈൻഡ്, പിന്നെ ഏതെങ്കിലും ലോ പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ. പിന്നെ എഗ്രിമെൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിറ്റ്വീൻ ദി പാർട്ടീസ്. നമ്മൾ പറഞ്ഞ മിസ്റ്റേക്ക്. പിന്നെ എഗ്രിമെൻറ്റ് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് വിച്ച് ഈസ് അൺലോഫുൾ. അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഉദ്ദേശമോ അല്ലെങ്കിൽ കൺസിഡറേഷനോ അൺലോഫുൾ ആയിട്ടുള്ളത്. എഗ്രിമെൻറ്റ്സ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ, എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, അൺസർട്ടൺ എഗ്രിമെൻറ്റ്സ്, വേജറിങ് എഗ്രിമെൻറ്റ്സ്, ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ്സ്. ഇതൊക്കെയാണ് എന്ത്? വോയിഡ് എഗ്രിമെൻറ്റ്സ്. അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്, അതായത് മാരേജ് തടഞ്ഞു വെക്കുക. മൈനർ അല്ലാത്ത ഏതൊരു വ്യക്തിയുടെ മാരേജ് തടഞ്ഞു വെക്കുന്നതും എന്താണ്? അത് വോയിഡാണ്. ഒരാൾ വേറൊരാളെ മാരേജ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഇത്ര സർട്ടൻ പീരീഡിലോട്ട് മാരേജ് ചെയ്യാതിരിക്കാനോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൈസ കൊടുത്തു. എന്നിട്ട് ഈ ആൾ വേറെ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പൈസ തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അത് എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻ ഇൻ ട്രേഡാണ്. എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻ ഇൻ മാരേജാണ്. നെക്സ്റ്റ് വൺ എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻ ഇൻ ട്രേഡ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജോലി ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഉള്ള അവകാശമുണ്ട്. അതിന് തടയുന്നതെല്ലാം എന്താണ്? എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡാണ്. എക്സാമ്പിൾ, എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഈ കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് ടൈം വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യില്ല എന്നുള്ളത്. അതെന്താണ്? എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് ഗുഡ് വിൽ. ഒരു ബിസിനസ് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജ്വല്ലറി ഉടമയാണെങ്കിൽ ആ ഉടമ ആ ബിസിനസ് വിറ്റ് കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആളുമായിട്ട് കരാറിൽ ഏർപ്പെടും. ഇതേപോലത്തെ ജ്വല്ലറി അല്ലെങ്കിൽ സിമിലർ ജ്വല്ലറി ഇപ്പം അടുത്ത് തുടങ്ങില്ല എന്നുള്ളത് സർട്ടൻ ലൊക്കേഷൻ ആവാം അല്ലെങ്കിൽ സർട്ടൻ ടൈം പീരീഡ് ആവാം. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുന്നത് എന്താണ്? അത് വാലിഡാണ്. അത് ഈ ഒരു സെക്ഷനിൽ എക്സംഷൻ ആയിട്ടുള്ള കേസാണ്. നെക്സ്റ്റ് വണ്ണാണ് സർട്ടൻ റെസ്ട്രിക്ഷൻ ഇൻ പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതിൽ പാർട്ട്ണർ ആയിരിക്കുന്ന ഒരാൾക്ക് ഇതേപോലെ സിമിലർ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അതേപോലെ ഡിസൊല്യൂഷൻ്റെ സമയത്തും ഉണ്ടാവും. ഒരു പാർട്ട്ണർ അവിടുന്ന് പോകുന്ന സമയത്തും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതെന്താണ്? വാലിഡാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. നിയമപരമായിട്ട് പോകുന്നതിനെ തടയുന്നതിനെയാണ് ലീഗൽ പ്രൊസീഡിങ്സ് എന്ന് പറയുക. ഒരാൾ കേസ് കൊടുക്കാൻ പോകുമ്പം അതിനെ തടയുന്നതോ അതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു കേസാണ് ലിമിറ്റേഷൻ ഓഫ് ടൈം, അതായത് ടൈം ബാർ ഡെപ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ബാർ ഡെപ്റ്റ് എന്താണെന്നാണ്. നെക്സ്റ്റ് വൺ അൺസർട്ടൺ എഗ്രിമെൻറ്റ്സ് ആണ്. സർട്ടൺ അല്ലാത്ത എഗ്രിമെൻറ്റ്സിനെയാണ് അൺസർട്ടൺ എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അതായത് മീനിങ് ഓഫ് എഗ്രിമെൻറ്റ് ഈസ് നോട്ട് സർട്ടൺ. അതിൽ ആ എഗ്രിമെൻറ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമല്ലെങ്കിൽ അത് അൺസർട്ടൺ എഗ്രിമെൻറ്റ്സ് ആണ്. സച്ച് എഗ്രിമെൻറ്റ്സ് ആർ ഡിക്ലെയർഡ് അണ്ടർ സെക്ഷൻ 29. BA ആയിട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ് 100 ടൺസ് ഓഫ് ഓയിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ ഏത് ഓയിലാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പം അങ്ങനെ പറയാത്തോടത്തോളം കാലം അതെന്താണ്? അതൊരു അൺസർട്ടൺ എഗ്രിമെൻ്റ് ആണ്. അടുത്ത കേസാണ് വേജറിങ് എഗ്രിമെൻറ്റ്സ്. വേജറിങ് എഗ്രിമെൻറ്റ്സ് പറഞ്ഞാൽ പ്രോമിസ് ടു ഗിവ് മണി ഓർ മണി വേർഡ്സ് അപ്പോൺ ദ ഡിറ്റർമിനേഷൻ ഓർ അസർട്ടൈൻമെൻറ്റ് ഓഫ് അൺ അൺസർട്ടൺ ഈവൻറ്റ്. ഒരു അൺസർട്ടൺ ഈവൻറ്റ് നടക്കുമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതിയിട്ടോ അതിൻ്റെ പേരിൽ ഒരു പൈസ കൊടുക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബെറ്റ് എന്താണ്? അവിടെ അൺസർട്ടനിറ്റി ഉണ്ട്, നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും ബെറ്റ് വയ്ക്കുകയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളത്. അപ്പം മഴ പെയ്യും എന്നുള്ളത് എന്താണ്? അതൊരു അൺസർട്ടൺ ഇവൻ്റാണ്, നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അപ്പം ഈ വേജറിങ് എഗ്രിമെൻറ്റ്സിന് കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അൺസർട്ടൺ ഈവൻറ്റിൻ്റെ പേരിലായിരിക്കണം അവിടെ ഒരു ചർച്ച നടക്കുന്നത്. പിന്നെ മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്, അതായത്
നടക്കാതിരിക്കാം. അവിടെ സക്സസ് ആവാനും ലോസ് ആവാനും എന്തുണ്ട്, ചാൻസ് ഉണ്ട്. നെയ്തർ പാർട്ടി ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ്. അതായത് ഇത് ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടില്ല. ഒരാൾക്കത് സാധ്യമാവുമെങ്കിൽ അതെന്താണ്, അത് വേജറിങ് അല്ല. അവിടെ അത് അൺസർട്ടനിറ്റി ഇല്ലാതാവൂലേ. ഇനി നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദി ഈവൻ പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്. ഈ അൺസർട്ടൺ ഇവൻറ്റിന് അവിടെ അവരൊരു പ്രോമിസ് തന്നുണ്ട്, എന്ത് മണി, അല്ലെങ്കിൽ മണീൻ്റെ ഇപ്പം മഴ പെയ്യുന്നതിനാൽ മണിയാവാം, അല്ലെങ്കിൽ മണീസ് വർത്ത് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതും എന്താണ്, വേജറിങ് എഗ്രിമെൻ്റാണ്. ലോട്ടറിയും ഈ ഒരു വേജറിങ് എഗ്രിമെൻ്റാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ട്. അത് പെർമിഷൻ കൊടുത്തവർക്ക് മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സംഷൻസ് ടു വേജറിങ് എഗ്രിമെൻ്റാണ്. നമുക്ക് കേട്ടാൽ വേജറിങ് ആണെന്ന് തോന്നുന്നതും എന്നാൽ അല്ലാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് എക്സംഷൻ ആയിട്ടുള്ള കേസുകളാണ്. ഒന്ന്, ട്രാൻസാക്ഷൻ ഫോർ ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഫോർ ദ സെയിൽ ആൻഡ് ഡെലിവറി. അതായത് ഇപ്പം സ്റ്റോക്കിൽ പൈസ ഇടുന്നത് നമുക്കൊരു അൺസർട്ടൺ ആയിട്ട് തോന്നും. അതിൽ നമുക്ക് ലോസ് ഉണ്ടാവാം, ഗെയിൻ ആവാം. ഒന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയല്ല, മാർക്കറ്റാണ് തീരുമാനിക്കുക. പക്ഷെ അതെന്താണ്, അത് വേജറിങ് എഗ്രിമെൻ്റ് അല്ല. ഈ പ്രൈസ് കോമ്പറ്റീഷൻസ് വിച്ച് ആർ ഗെയിം ഓഫ് സ്കിൽസ്, പ്രൈസ് ഡസ് നോട്ട് എക്സീഡ് 1000. ഇപ്പോൾ മോളിലോ അവിടെ എവിടെയെങ്കിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഓരോ കോമ്പറ്റീഷൻസ് നടത്തും. എന്നിട്ട് അതിൽ ജയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, പൈസ കൊടുക്കും. എന്നാൽ ഇത് 1000 ബിലോ ആണെങ്കിൽ നമ്മുടെ വേജറിങ് എഗ്രിമെൻറ്റ്സിന് എക്സംഷൻ ആയിട്ടുള്ള കേസാണ്. അതേപോലെ ഹോഴ്സ് റൈസ് എബവ് 500 എന്താണ്, എക്സംഷൻ കേസാണ്. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസും അതേപോലെയാണ്. ഇനി അടുത്ത വോയിഡ് എഗ്രിമെൻ്റാണ് എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. അത് ചെയ്യാൻ പറ്റാത്ത ആക്റ്റുകളാണ് ഇമ്പോസിബിൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേറെ ടോപ്പിക്കാണ്, കണ്ടീജൻറ്റ് കോൺട്രാക്ട്സ് എന്നുള്ളത്. കണ്ടീഷൻ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള കോൺട്രാക്ട്സുകളിൽ കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്തു, ബിനോട് കോൺട്രാക്ട് ചെയ്തു 1000 രൂപ കൊടുക്കാമെന്ന്. ഇഫ് ബീസ് ഹൗസ് ഈസ് ബേൺഡ് അത് അവിടെ ഒരു നെഗറ്റീവാണ്. ദിസ് ഈസ് എ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ്. എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെർഫോമൻസ് ഓഫ് കണ്ടീജൻറ്റ് കോൺട്രാക്ട് ഇസ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദി ഹാപ്പനിങ് അല്ലെങ്കിൽ നോട്ട് ഹാപ്പനിങ് ഓഫ് സം ഈവൻ്റ് ആയിരിക്കും. അവിടെ എന്തായാലും ഒരു കൊളാട്രൽ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ പ്രോമിസ് ടു പേ ബി 10,000 ഇഫ് ഹി മാരീസ് സി ഈസ് എ കണ്ടീജൻറ്റ് എഗ്രിമെൻറ്റ്. ഇവിടെ എന്താണ്, അൺസർട്ടനിറ്റി ആണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും ഈ വേജറിങ് എഗ്രിമെൻറ്റ്സും കണ്ടീജൻറ്റ് കോൺട്രാക്റ്റും ഒക്കെ സെയിം ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. എ വേജറിങ് എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് വൈൽ എ കണ്ടീജൻറ്റ് കോൺട്രാക്ട് മേ നോട്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. വേജറിങ്ങിൽ രണ്ടാളുടെ കേസിലും അവിടെ ഗെയിൻ ഓർ ലോസ് സംഭവിക്കാം. നമുക്ക് കണ്ടീജൻറ്റിൽ ഒരാൾക്ക് മാത്രം ബെനിഫിറ്റുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി വേജറിങ് എഗ്രിമെൻറ്റ് ഈസ് ഓഫ് എ കണ്ടീജൻറ്റ് നേച്ചർ വൈൽ എ കണ്ടീജൻറ്റ് കോൺട്രാക്ട് മേ നോട്ട് ബി ഓഫ് വേജറിങ് നേച്ചർ. ഇനി വേജറിങ് എഗ്രിമെൻറ്റ് വോയിഡ് ആണ് വൈൽ എ കണ്ടീജൻറ്റ് കോൺട്രാക്ട് എന്താണ്, വാലിഡ് ആണ്. വേജറിങ്ങിൽ ആ സബ്ജക്റ്റ് മാറ്ററിൽ പാർട്ടീസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റിലോട്ട് വരുമ്പം അവിടെ എന്തുണ്ട്, വിന്നിങ് ഓഫ് ലൂസിങ് ഓഫ് വേജറിങ് എമൗണ്ട് വൈൽ ഇറ്റ് ഈസ് നോ. സോ ഇൻ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് അവിടെ അവർക്കൊരു താല്പര്യം ഉണ്ട്. വേജറിങ്ങിൽ വിന്നിങ് ഓർ ലൂസിങ് അത് മാത്രമാണ് അവരുടെ പ്രയോറിറ്റി. ഇത്രയ്ക്കാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. അടുത്ത വീഡിയോ ഇത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.